ബാങ്കിങ്ങിലെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്. ആദ്യ ഭാഗത്തിൽ RBIയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. RBIയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പോലും വരാത്ത സഹകരണ സംഘം പരീക്ഷകൾ നടക്കാറില്ല എന്നതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ക്ലാസ് കാണാത്തവർ തീർച്ചയായും കാണേണ്ടതാണ്. ലിങ്ക് വീഡിയോയുടെ അവസാന ഭാഗത്തിൽ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ ടോപ്പിക് പരീക്ഷയിൽ നിങ്ങളെ കുഴക്കിയ ബാങ്കിങ്ങിലെ ചോദ്യങ്ങളാണ്. 6 സെറ്റ് ചോദ്യങ്ങളാണ് പ്രധാനമായും നമ്മൾ പഠിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ ക്ലാസ്സിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ക്ലാസ് അവസാനം വരെ എല്ലാവരും കേൾക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ദ ഫസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ന്യൂ ജനറേഷൻ ബാങ്ക് ഇൻ ഇന്ത്യ. ദ ഫസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ന്യൂ ജനറേഷൻ ബാങ്ക് ഇൻ ഇന്ത്യ സ്റ്റിൽ എക്സിസ്റ്റ്. ഈ 2 ചോദ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം, സ്റ്റിൽ എക്സിസ്റ്റ് എന്ന ഒരു വാക്ക് രണ്ടാമത്തെ ചോദ്യത്തിൽ അധികമായി വന്നിരിക്കും. പക്ഷേ ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു മാർക്കാണ്. വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. പലരും തെറ്റിക്കാൻ സാധ്യതയുണ്ട്, ഒരു മാർക്ക് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ചോദ്യം വളരെ കൃത്യമായി പഠിച്ചിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം. ദ ഫസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ന്യൂ ജനറേഷൻ ബാങ്ക് ഇൻ ഇന്ത്യ, അതിൻ്റെ ഉത്തരം ഗ്ലോബൽ ട്രസ്റ്റ് ബാങ്ക് അഥവാ GTB ആണ്. അങ്ങനെ ഒരു ബാങ്ക് ഇപ്പോൾ നിലവിലില്ല, അത് ഓറിയൻ്റൽ ബാങ്കുമായി ലയിക്കപ്പെട്ടു. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ദ ഫസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ന്യൂ ജനറേഷൻ ബാങ്ക് ഇൻ ഇന്ത്യ സ്റ്റിൽ എക്സിസ്റ്റ്. ഉത്തരം UTI ബാങ്കാണ്. ആ ബാങ്കിൻ്റെ പേരിപ്പോൾ ആക്സിസ് ബാങ്ക് എന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിച്ചിരിക്കേണ്ടതാണ്. ഇനി രണ്ടാമത്തെ സെറ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. ഫിസ്ക്കൽ പോളിസി ആൻഡ് മോണിറ്ററി പോളിസി, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന് ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ്, ഒന്ന് RBIയുടെ പോളിസിയാണ്. അപ്പോൾ ഇത് 2 കൃത്യമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്കൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ്. മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് അഥവാ RBIയുടെ പോളിസിയാണ്. അപ്പോൾ ഇത് പഠിച്ചിരിക്കാനുള്ളൊരു എളുപ്പ വഴി, മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് പണവുമായി ബന്ധപ്പെട്ടതാണ്. മോണിറ്ററി മണി, പണവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുന്നത് ബാങ്കാണ്, RBI ആണ്. അതുകൊണ്ട് മോണിറ്ററി പോളിസിയെ നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി കണക്ട് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ പഠിച്ചു. മോണിറ്ററി പോളിസി ഈസ് ദ പോളിസി റിലേറ്റഡ് വിത്ത് സെൻട്രൽ ബാങ്ക് അഥവാ RBI. അപ്പോൾ ഫിസിക്കൽ പോളിസി ഈസ് റിലേറ്റഡ് വിത്ത് ഗവൺമെൻറ്. അപ്പോൾ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്. മൂന്നാമത്തെ സെറ്റ് ചോദ്യം, ദ ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ, ദ ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ദ ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ ICICI. ദ ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ ഈസ് SBI. ഇതേപോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള 3 സെറ്റ് ചോദ്യങ്ങൾ കൂടി ഈ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് സബ് പോയിൻറ്റ്സ് പഠിക്കാം. ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ബാങ്കുകളുടെ അപ്പെക്സ് ബാങ്ക് ഏതാണ്? ഉത്തരം IDBI. ദ അപ്പെക്സ് ബാങ്ക് ഓഫ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ഇൻ ഇന്ത്യ ഈസ് IDBI. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഉത്തരം നെടുങ്ങാടി ബാങ്കാണ്. 1899 കോഴിക്കോട് നിലവിൽ വന്ന ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്ക് നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം 1895. പഞ്ചാബ് നാഷണൽ ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1895. ഇന്ത്യയിലെ ആദ്യത്തെ ജോയിൻറ്റ് സ്റ്റോക്ക് ബാങ്ക് ഏതാണ്? ഉത്തരം ഹിന്ദുസ്ഥാൻ ബാങ്ക്. ദ ഫസ്റ്റ് ജോയിൻറ്റ് സ്റ്റോക്ക് ബാങ്ക് ഇൻ ഇന്ത്യ വാസ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖല പ്രവർത്തിക്കുന്നത് ഏതെല്ലാം നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്? 2 നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബാങ്കിംഗ് മേഖല പ്രവർത്തിക്കുന്നത്. ഒന്നാമത്തത് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949, രണ്ടാമത്തത് RBI ആക്ട് 1934. ബാങ്കിംഗ് ഇൻ ഇന്ത്യ ഈസ് മെയിൻലി ഗവേൺഡ് ബൈ ദ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949 ആൻഡ് RBI ആക്ട് 1934. ഷെഡ്യൂൾഡ് ബാങ്ക് എന്നാൽ എന്താണ്? RBI ആക്ടിൻ്റെ 2ാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന ബാങ്കുകളാണ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബാങ്ക്സ് ഇൻക്ലൂഡഡ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് RBI ആക്ട് ഈസ് ദ ഷെഡ്യൂൾഡ് ബാങ്ക്സ്. അതിൽ ഫോറിൻ ബാങ്കുകൾ ഷെഡ്യൂൾഡ് ബാങ്കിൻ്റെ ഗണത്തിൽ ഉൾപ്പെടുന്നതല്ല. ഫോറിൻ ബാങ്ക്സ് ആർ നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്. അടുത്ത കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ, പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്? ഓപ്ഷനിൽ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട്, RBI ആക്ട്, ഈ 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ആയിരിക്കും സാധാരണ നമ്മൾ സെലക്ട് ചെയ്യുക. പക്ഷേ അതിൻ്റെ ഉത്തരം കമ്പനീസ് ആക്ട് ആണ്. ഓൾ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആർ ഗവേൺഡ് ബൈ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. അടുത്ത ചോദ്യം, എന്താണ് ബാങ്ക് റേറ്റ്? ബാങ്ക് റേറ്റ് എന്നാൽ
ബാങ്ക് റേറ്റ് റെഫേഴ്സ് ടു ദ റേറ്റ് അറ്റ് വിച്ച് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഗെറ്റ് റീഡിസ്കൗണ്ട് ഫെസിലിറ്റീസ് ഫ്രം RBI. അതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇൻഫ്ലേഷൻ ആൻഡ് ഡീഫ്ലേഷൻ ഉണ്ടാവും, അതായത് സമൂഹത്തിൽ പണപ്പെരുപ്പവും പണച്ചുരുക്കവും ഉണ്ടാകുന്ന സമയത്ത് RBI ബാങ്ക് റേറ്റ് വർദ്ധിപ്പിക്കുകയും കുറയ്ക്കുകയും ചെയ്യും. ഇത് ഏതെല്ലാം സമയത്താണ് ചെയ്യുന്നത്? ഉത്തരം: ഇഫ് ദ ഇക്കണോമി സഫറിങ് ഫ്രം ഇൻഫ്ലേഷൻ RBI വിൽ റൈസ് ദ ബാങ്ക് റേറ്റ്. ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് അഥവാ പണപ്പെരുപ്പത്തിൻ്റെ സമയത്ത് RBI ബാങ്ക് റേറ്റ് വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ സമൂഹത്തിലുള്ള പണം മുഴുവൻ ബാങ്കുകളിലേക്കും RBIയിലേക്കും എത്തിപ്പെടുകയും പണപ്പെരുപ്പം സന്തുലിതാവസ്ഥയിലാവുകയും ചെയ്യുന്നു. അതുപോലെ പണച്ചുരുക്ക സമയത്ത് ബാങ്ക് റേറ്റുകൾ കുറയ്ക്കുകയും കൂടുതൽ പണം സമൂഹത്തിലെത്തുകയും ചെയ്യുന്നു. അടുത്ത ചോദ്യം: അമേരിക്കയിൽ ഏറ്റവും കൂടുതലായി കാണുന്ന ബാങ്കിങ് സിസ്റ്റം ഏതാണ്? ഉത്തരം: യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റം. അമേരിക്കയിലെ സെൻട്രൽ ബാങ്കാണ് ഫെഡറൽ റിസർവ്. ഫെഡറൽ റിസർവ് ബാങ്ക് ഈസ് ദ സെൻട്രൽ ബാങ്ക് ഓഫ് അമേരിക്ക. ഇനി നമുക്ക് ജർമ്മനിയിലെ കാര്യം പരിശോധിക്കാം. ദ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ് വെർ ഓർഗനൈസ്ഡ് ഇൻ ജർമ്മനി. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓർഗനൈസ് ചെയ്യപ്പെട്ടത് ജർമ്മനിയിലാണ്. അടുത്തത് ഇംഗ്ലണ്ടിൽ രൂപീകൃതമായ ഒരു ബാങ്കിങ് സിസ്റ്റമാണ് ഡെപ്പോസിറ്റ് ബാങ്കിങ് സിസ്റ്റം. അത് പ്യുവർ ബാങ്കിങ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പ്യുവർ ബാങ്കിങ് ഓർ ഡെപ്പോസിറ്റ് ബാങ്കിങ് ഹാസ് ഇറ്റ്സ് ഒറിജിൻ ഇൻ ഇംഗ്ലണ്ട്. അടുത്ത ചോദ്യം: എന്താണ് SDR? ഉത്തരം: SDR സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്. SDR പേപ്പർ ഗോൾഡ് എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. SDR പേപ്പർ ഗോൾഡ്. എന്താണ് KYC? നോ യുവർ കസ്റ്റമർ. KYC നോ യുവർ കസ്റ്റമർ. BCSBI എന്താണ്? BCSBI സ്റ്റാൻഡ്സ് ഫോർ ബാങ്കിങ് കോഡ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് ഓഫ് ഇന്ത്യ. ബാങ്കിങ് കോഡ്സ് ആൻഡ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ. EBT എന്താണ്? EBT സ്റ്റാൻഡ്സ് ഫോർ ഇലക്ട്രോണിക് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. EBT ഇലക്ട്രോണിക് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. SWIFT എന്താണ്? സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. സ്വിഫ്റ്റ് നിലവിൽ വന്നത് 1973 അതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ബ്രസൽസിലാണ്. അടുത്തത് എന്താണ് NPCI? NPCI എന്ന് വെച്ചാൽ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. NPCI നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പേപ്പർ കറൻസി ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഉത്തരം: 1871. ഇന്ത്യൻ പേപ്പർ കറൻസി ആക്ട് 1871. RTGS ആരംഭിച്ചത് ഏത് വർഷമാണ്? ഉത്തരം: 2004. RTGS ആരംഭിച്ചത് 2004. ഏഷ്യയിലെ ഏറ്റവും പഴക്കമേറിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? ഉത്തരം: ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വാസ് ദ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ദ എൻറ്റയർ ഏഷ്യ. ബാങ്ക് ഹോളിഡേയ്സ് ആർ ഡിക്ലെയർഡ് ഇൻ അക്കോർഡൻസ് വിത്ത് NI ആക്ട്. NI ആക്ട് പ്രകാരമാണ് ബാങ്ക് ഹോളിഡേയ്സ് കണക്കാക്കുന്നത്. അടുത്തത് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ തന്നെ അതുപോലത്തെ 3 സെക്ഷൻ ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. അതേപോലെയുള്ള ബാക്കി 3 സെക്ഷനാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം: ഇന്ത്യയിൽ ആദ്യമായി ചെക്ക് സിസ്റ്റം കൊണ്ടുവന്ന ബാങ്ക് ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ATM കൊണ്ടുവന്ന ബാങ്ക് ഏതാണ്? ഈ 2 ചോദ്യങ്ങളാണ്. ദ ഫസ്റ്റ് ബാങ്ക് വിച്ച് സ്റ്റാർട്ടഡ് ചെക്ക് സിസ്റ്റം ഇൻ ഇന്ത്യ വാസ് ബംഗാൾ ബാങ്ക്. 1784 ആദ്യമായിട്ട് ചെക്ക് സിസ്റ്റം ബാങ്കിങ് കൊണ്ടുവന്നത് ബംഗാൾ ബാങ്കാണ്. രണ്ടാമത്തെ ചോദ്യം: ദ ഫസ്റ്റ് ബാങ്ക് വിച്ച് സ്റ്റാർട്ടഡ് ATM ഇൻ ഇന്ത്യ HSBC ബാങ്ക്. 1987 ഡൽഹിയിൽ HSBC ബാങ്കാണ് ആദ്യമായിട്ട് ATM കൊണ്ടുവന്നത്. ഇനി രണ്ടാമത്തെ സെറ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. ദ ഫസ്റ്റ് ബാങ്ക് പ്യൂർലി മാനേജ്ഡ് ബൈ ഇന്ത്യ. ദ ഫസ്റ്റ് ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്ക് വിച്ച് വാസ് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ഇന്ത്യൻസ്. ഈ 2 ചോദ്യങ്ങളാണ്, കൺഫ്യൂസിംഗ് ആണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് കടക്കാം. ദ ഫസ്റ്റ് ബാങ്ക് പ്യൂർലി മാനേജ്ഡ് ബൈ ഇന്ത്യ വാസ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. രണ്ടാമത്തെ ചോദ്യം: ദ ഫസ്റ്റ് ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്ക് വിച്ച് വാസ് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ഇന്ത്യൻസ് വാസ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. 1911 സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. ഫസ്റ്റ് ട്രൂലി സ്വദേശി ബാങ്ക് എന്നും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അറിയപ്പെടുന്നുണ്ട്. ഫസ്റ്റ് ട്രൂലി സ്വദേശി ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്ത സെറ്റ്, മൂന്നാമത്തെ സെറ്റ് ചോദ്യം: ദ ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ, ദ ഫസ്റ്റ് ഓൾഡസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ. ഈ 2 ചോദ്യങ്ങളാണ്. അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ദ ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ വാസ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. 1770 നിലവിൽ വന്ന ഹിന്ദുസ്ഥാൻ ബാങ്കാണ് ദ ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ. അടുത്തത് ദ ഓൾഡസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ ഈസ് അലഹബാദ് ബാങ്ക്. 1865 നിലവിൽ വന്ന അലഹബാദ് ബാങ്കാണ് ദ ഓൾഡസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ, സ്റ്റിൽ എക്സിസ്റ്റ്. അടുത്തത് ഒരു ചോദ്യം കൂടി: മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്.
ഇത് സംബന്ധിച്ചും ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വരാറുണ്ട്. എന്താണ് മണി മാർക്കറ്റ്, എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ്? മണി മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ലോൺസ്. ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചടക്കേണ്ടതാവുന്ന പണ ഇടപാടുകൾ നടത്തുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ദ ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് ഫോർ ലോങ് ടേം ആൻഡ് മീഡിയം ടേം ലോൺസ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്നത് ലോങ് ടേം ആൻഡ് മീഡിയം ടേം ലോൺ ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. LDC 2020 തുടർന്ന് വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായി നോട്ടിഫിക്കേഷനായി ലഭിക്കും. നിങ്ങളുടെ സർക്കാർ ജോലി എന്ന സ്വപ്നം ഈ വർഷം തന്നെ യാഥാർത്ഥ്യമാവട്ടെ.